ക്വസ്റ്റ്യൻ നമ്പർ 7th ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മാംഗനേറ്റ് ആൻഡ് പെർമാംഗനേറ്റ് അയോൺ. അവിടെ മാംഗനേറ്റ് എന്ന് വെച്ചാൽ ആരാ? MnO4 2- ആണ്. പെർമാംഗനേറ്റ് ആരാ? MnO4- ആണ്. ഓക്കെ, രണ്ടാളുടെയും ജോമെട്രി എന്താ മക്കൾ? രണ്ടാളും sp3 ഹൈബ്രിഡൈസ്ഡ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാളുടെയും ജോമെട്രി എന്താണ്? ടെട്രാഡിലാണ്. ഈ സെന്റൻസ് ശരിയാണ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn ഇൻ മാംഗനേറ്റ് +7 ഇൻ പെർമാംഗനേറ്റ് +6 പറയുന്നത് ആണോ? MnO4 2- നോക്കിക്കേ, മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞേ. മാംഗനീസിന്റെ അറിയില്ലെങ്കിൽ എക്സ് ആയിട്ട് എടുത്തോ. 4 ഓക്സിജൻ -8, ടോട്ടൽ ചാർജ് -2, എക്സ് സോൾവ് എന്താ കിട്ടുക? +6 കിട്ടുക. അപ്പൊ മാംഗനേറ്റിന്റെ +6 ആണ്. പെർമാംഗനേറ്റിന്റെ ഇതേപോലെ മാംഗനീസിന്റെ അറിയില്ലെങ്കിൽ എക്സ് ആയിട്ട് എടുത്തോ. ഒരു ഓക്സിജന്റെ -2, 4 ഓക്സിജന്റെ -8, ടോട്ടൽ ചാർജ് -1, എക്സ് സോൾവ് ചെയ്താൽ +7 കിട്ടുക. പെർമാംഗനേറ്റിന്റെ +7, അവർ മാംഗനേറ്റിന്റെ +7ഉം പെർമാംഗനേറ്റ് +6 എന്നാ കൊടുത്തത്. അങ്ങനല്ല, നേരെ തിരിച്ചാ. അതുകൊണ്ട് ഇതെന്താണ്? തെറ്റ്. ഓപ്ഷൻ ബി എന്താണ്? തെറ്റാണ്. അടുത്തത്, ഓക്സിഡേഷൻ ഓഫ് Mn2 സാൾട്ട് ബൈ പെറോക്സോ ഡൈസൾഫേറ്റ് ഗീവ് മാംഗനേറ്റ് അയോൺ ആസ് ദി ഫൈനൽ പ്രൊഡക്റ്റ് ആണോ? അല്ല. Mn2+ പഠിക്കണം മക്കളെ. ഇത് DNF ബ്ലോക്ക് എന്നുള്ള ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. DNF ബ്ലോക്ക് Mn2+ഉം അതേപോലെ പെറോക്സോ ഡൈസൾഫേറ്റ് അതായത് S2O8 2- ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയോ? MnO4- കിട്ടുക. MnO4- പറയുന്ന പേരെന്താ? പെർമാംഗനേറ്റാ. പെർമാംഗനേറ്റാ കിട്ടുക, അല്ലാണ്ട് മാംഗനേറ്റ് അല്ല കിട്ടുക. അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്? തെറ്റാണ്. അടുത്ത്, മാംഗനേറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് പെർമാംഗനേറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ആണോ? നോക്കാം. മാംഗനേറ്റ് എന്ന് പറയുമ്പം MnO4 2- അല്ലേ? അതായത് ഇത് Mന്റെ ഓക്സിഡേഷൻ നമ്പർ +6 അല്ലേ? Mn +6 എന്ന് പറയുമ്പോൾ ആരാ? Mn എന്താ? 3d5 അവിടുന്ന് 6 ഇലക്ട്രോൺ പോയാൽ 3d1 കിട്ടും. അതേപോലെ പെർമാംഗനേറ്റോ MnO4- അതായത് Mn +7 3d5 ആകെ 5 ഇലക്ട്രോണേ ഉള്ളൂ. ആകെ 7 ഇലക്ട്രോണേ ഉള്ളൂ. 7 പോയാൽ 3d0. അപ്പൊ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഒന്നുണ്ട് അല്ലെ? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അത് അൺപെയർഡ് ആയിരിക്കും. അതുകൊണ്ട് ഇയാൾ എന്താ? പാരാമാഗ്നറ്റിക്കാ. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് ഇയാൾ എന്താ? ഡയാമാഗ്നറ്റിക്കാ. അപ്പൊ ശരിയാണോ തെറ്റാണോ? മാംഗനേറ്റ് പാരാമാഗ്നറ്റിക് ആണ്. പെർമാംഗനേറ്റ് ഡയാമാഗ്നറ്റ്. ശരിയാണല്ലോ? ശരിയാണ്. അപ്പൊ ഡി എന്ന സെന്റൻസ് എന്താ? ശരിയാണ്. അസിഡിഫൈഡ് പെർമാംഗനേറ്റ് അയോൺ റെഡ്യൂസസ്. എടാ, പെർമാംഗനേറ്റ് വെച്ചാൽ Mn +7 അല്ലേ? മാംഗനീസിന്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. ഇനി അയാൾക്ക് ഓക്സിഡേഷൻ നമ്പർ കൂട്ടാൻ കഴിയൂല. ഓക്സിഡേഷൻ നമ്പർ ഇനി കുറക്കാനേ കഴിയുള്ളൂ. +7 നിങ്ങൾ ഒരിക്കലും +8 ആകാൻ പറ്റില്ല. ഇതൊക്കെ +2 ഒക്കെ ആകാം, +4 ഒക്കെ ആകാം. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറയുക. അതിനെ പറയുന്ന പേരെന്താ? ഓക്സിഡേഷൻ നമ്പർ കുറയുക. ഇയാൾക്ക് എന്താ നടക്കുക? ഇനി റിഡക്ഷനേ നടക്കുള്ളൂ. റിഡക്ഷൻ നടക്കുന്ന ആളെ പറയുന്ന പേരെന്താ? ഓക്സിഡൈസിങ് ഏജന്റാ. മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യും. റിഡക്ഷൻ ഇയാൾക്ക് ഇനി റിഡക്ഷനേ നടക്കൂ. ഓക്സിഡേഷൻ നമ്പർ ഇയാൾക്ക് ഇനി കുറക്കാനേ പറ്റുള്ളൂ. റിഡക്ഷനേ നടക്കൂ. റിഡക്ഷൻ ഇയാൾക്ക് നടക്കൂ. റിഡക്ഷൻ നടക്കുന്നവനെ വിളിക്കുന്ന പേരെന്താ? ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്നവനെ മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യുക. അത് നേരെ തിരിച്ചാണ് എഴുതിയ, റെഡ്യൂസ് എന്ന് എഴുതി വെച്ചത്. മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യും. ഇവർ ഓക്സിഡൈസിങ് ഏജന്റാ. അതുകൊണ്ട് മറ്റൊരാളെ ഓക്സിഡൈസ് ആണ് ചെയ്യുക, റെഡ്യൂസ് അല്ല. അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഏതൊക്കെ ശരി? എയും ഡിയും മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ 4 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം.